ജനതാ ഗാരേജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വർക്ക് ഒരു ഹൈലക്സ് ആണ്. ബ്രാൻഡ് ന്യൂ ഹൈലക്സ് ആണ്. ഏകദേശം 400 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുത്ത് നേരിട്ട് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം GR കിറ്റാണ്. ഹൈലക്സിൻ്റെ GR കിറ്റ് ഇപ്പോൾ ഒരു നോർമലൈസ്ഡ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഹൈലക്സ് എടുത്ത് GR കിറ്റിലോട്ടാണ് പോകേണ്ടത്. പക്ഷേ GR കിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അലോയ്സ്, സ്പേസർ ഇതെല്ലാം കമ്പൾസറി ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു കസ്റ്റമർ ഇപ്പോൾ അലോയ്സ് ചെയ്യുന്നില്ലെങ്കിൽ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വർക്ക് ഇതിനകത്ത് GR കിറ്റാണ്. പിന്നീട് ഷട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 വർഷം വാറണ്ടി വരുന്ന ഷട്ടറാണ് ആഡ് ചെയ്യുന്നത്, മാനുവൽ ഷട്ടറാണ്. അതിനോടൊപ്പം തന്നെ ഒരു ഹാമറിൻ്റെ റോൾ ബാർ ആഡ് ചെയ്യുന്നുണ്ട്. അത് വിത്ത് കാരിയർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇതിൻ്റെ GR കിറ്റിൻ്റെ വർക്കാണ്. GR കിറ്റ് സിമ്പിളാണ്. നമുക്ക് ഒരു ബമ്പറും ഗ്രില്ലും 4 വീൽ ആർച്ചസും മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാവും. ഈ വീൽ ആർച്ചസ് കുറച്ച് വൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ടയറിൻ്റെ സ്പേസറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ GR കിറ്റ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ പെയിൻറ്റിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബമ്പറിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മെയിൻ ഭാഗം പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഈ ബമ്പറാണ്. ഈ ബമ്പർ വണ്ടിയുടെ കളർ കോഡിനനുസരിച്ച് തന്നെ പേൾ വൈറ്റ് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് അടിയിൽ വരുന്ന സ്കിഡ് പ്ലേറ്റ് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. വീൽ ആർച്ചസ് എല്ലാം ഒറിജിനൽ വണ്ടിയിൽ വരുന്ന പോലെ ഒരു മാറ്റ് ഫിനിഷിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ GR കിറ്റിൽ നിന്ന് ഫുൾ വർക്കുകൾ നമുക്ക് തന്നെ പെയിൻറ്റ് ബൂത്ത് ഉണ്ട്. അപ്പോൾ ഫുള്ള് പ്രൊഫഷണൽ പെയിൻറ്റേഴ്സാണ് പെയിൻറ്റ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ പക്കാ ഫിനിഷ് ആയിരിക്കും. പെയിൻറ്റിങ്ങിൻ്റെ കളർ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും വരുന്നതല്ല. അപ്പോൾ ഇനി പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ നേരിട്ടുള്ള ഫിറ്റിങ്സിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 4 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ GR കിറ്റിൻ്റെ ഫുൾ വർക്കും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിറ്റിക്സിൻ്റെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 3 ദിവസം കൊണ്ടാണ് GR കിറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാവുന്നതുള്ളൂ. എന്നാലും കറക്റ്റ് പെർഫെക്റ്റ് മാച്ചിങ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി വന്നതിന് ശേഷം സ്കാൻ ചെയ്ത് പെയിൻറ്റ് എടുത്തത്. 25 മോഡൽസിന് പേൾസിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അത് വണ്ടിയിൽ പുതിയ ബാച്ചുകൾ വരുന്നതിൻ്റെ വ്യത്യാസമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു 3 ദിവസം എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാവുന്ന വർക്കാണ്. അപ്പോൾ ഇതാണ് GR കിറ്റിൻ്റെ ഒരു ഫൈനൽ ഔട്ട്ലുക്ക്. നമ്മളൊരു സ്റ്റോക്ക് വണ്ടിയിൽ GR കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ഇതിൻ്റെ അപ്ഗ്രേഡേഷൻ ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അലോയ്സും ടയറുമാണ്. അലോയ്സും ടയറും സ്പേസറും ഉപയോഗിച്ചതിന് ശേഷം ഇത് കറക്റ്റ് ലൈനിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വണ്ടീൻ്റെ ഫുൾ ലുക്ക് കംപ്ലീറ്റ് ആവും. നമുക്ക് സ്പേസർ ഉപയോഗിച്ച് ഈ കമ്പനി അലോയ്സിനെ പുറത്തേക്ക് കൊണ്ടുവന്നാലും അത് കറക്റ്റ് സ്റ്റാൻസ് കിട്ടില്ല. എന്നാലും ഒരുപാട് നമ്മുടെ ഈ വീൽ ആർച്ചിൻ്റെ ലെങ്ത് ഇത്രയും വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ GR കിറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലോയ്സ്, ടയർ, സ്പേസർ ഈ 3 ഓപ്ഷനും നന്നായിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. അതേപോലെ അലോയ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ബ്രാൻഡഡ് അലോയ്സിലോട്ട് തന്നെ പോകണം. കാരണം ഒരുപാട് വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അത്രയും വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ റോഡ് കണ്ടീഷന് ഇണങ്ങുന്നതായിട്ടുള്ള ടയറും അലോയ്സും വേണം ചൂസ് ചെയ്യാനായിട്ട്. അപ്പം GR കിറ്റിട്ട് ഫിനിഷ് ചെയ്ത് വന്നേക്കുന്ന ഈ ഒരു ലുക്കിലാണ്. ഫ്രണ്ട് ഗ്രില്ല്, ഫ്രണ്ട് ഭാഗം ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ലെറ്റർ ഇപ്രാവശ്യം നമ്മൾ കസ്റ്റമറിൻ്റെ പ്രിഫറൻസ് പ്രകാരം റെഡ് കളറിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മളൊരു ഗൺമെറ്റൽ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. വീൽ ആർച്ച് എല്ലാം ഒറിജിനൽ മാറ്റ് ലുക്കിൽ തന്നെയാണ് പോയേക്കുന്നത്. കാരണം ഒറിജിനൽ GRനകത്ത് മാറ്റ് ലുക്കിലാണ് ഫിനിഷ് വരുന്നത്. അതേപോലെ മാറ്റ് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഒറിജിനൽ ഫീൽ ഉണ്ട്. നമുക്ക് ഗ്ലോസി വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വൈറ്റിനകത്ത് ഓവർ ഗ്ലോസി വരുമ്പോൾ വേറൊരു ലുക്കാണ് വരുന്നത്. എപ്പോഴും മാറ്റിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു നല്ല ഫിനിഷ് കിട്ടുന്നതാണ്. സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഹാമറിൻ്റെ കാരിയറാണ്. ഹാമറിൻ്റെ ഡബിൾ ഡിൻ കാരിയറാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാമറിൻ്റെ റോൾ ബാർ, ബെസ്റ്റ്വില്ലിൻ്റെ റോൾ ബാർ, റോക്കോ റോൾ ബാർ, പലതരം റോൾ ബാർസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഹാമറിൻ്റെ നമുക്കൊരു ഫസ്റ്റ് കോപ്പി റെപ്ലിക്കാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ്. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഒരു കാരിയറായിട്ട് തന്നെ യൂസ് ചെയ്യുകയും ചെയ്യാം. പിന്നീട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം നമ്മുടെ ഷട്ടറാണ്. JCBL എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷട്ടറാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. മാനുവൽ ഷട്ടറാണ്. നമുക്ക് കൈ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും വരുന്നുണ്ട്. മാനുവലാകുമ്പോൾ നമുക്ക് 3 പോയിൻ്റ് ലോക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫുൾ ക്ലോസും ചെയ്യാം. ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് സ്വിച്ച് എല്ലാം വരുന്നുണ്ട്. നമുക്ക് നോർമലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. എല്ലാ ഷട്ടേഴ്സും ഒരു 90% വാട്ടർ പ്രൂഫാണ്. നമ്മൾ എന്നാലും മാക്സിമം എല്ലായിടത്തും കവർ ചെയ്ത് ഫുള്ളി വാട്ടർ പ്രൂഫൊക്കെ നോക്കിയിട്ടുണ്ട്. ഈ വാഹനം ഓൾമോസ്റ്റ് 90% വാട്ടർ പ്രൂഫ് തന്നെയാണ്. പിന്നീട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം ഈ ടെയിൽ ലാമ്പാണ്. ടെയിൽ ലാമ്പ് ഒരു പുതിയ മോഡൽ സ്മോക്ക് ടൈപ്പ് ടെയിൽ ലാമ്പാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്സും നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മൾ ഈ ഹൈലക്സിൽ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങളുടെ ഹൈലക്സിനും ഇതുപോലുള്ള മോഡിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.